നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള തനി നാടൻ ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഇപ്പൊ 5 മണിക്കൂർ കഴിഞ്ഞു. ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചേക്കുന്നതാണ്. ഇതിനി അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് അരയ്ക്കുന്നില്ല, കുറച്ചായിട്ടേ അരച്ചെടുക്കുന്നുള്ളൂ. പകുതി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പം അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയാൻ പാടാന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 5 ചെറിയ പാളയൻകോടൻ പഴം ഒന്ന് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അരച്ചെടുക്കാം. അപ്പം പഴവും അരിയും കൂടി അരച്ചെടുത്തു. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ്. 200 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ ഇതിലെ പകുതി ശർക്കര ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം. ബാക്കി ശർക്കര ബാക്കിയിരിക്കുന്ന അരിയുടെ കൂടെ ചേർത്ത് പിന്നെ അരച്ചെടുക്കാം. അപ്പം ദേ അരിയും പഴവും ശർക്കരയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് അരയ്ക്കണ്ട. ഈ ബാറ്ററിൽ തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരി പോലെ തോന്നത്തക്ക രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇപ്പം ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി ബാക്കി ഇരിക്കുന്ന അരിയിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ബാക്കി ശർക്കര കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പം ദേ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ തേങ്ങാക്കൊത്ത് വേഗം കരിഞ്ഞു പോകും. ഇപ്പം തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിനി നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതും റെഡിയായി. ഇനി ഈ തേങ്ങാക്കൊത്തും എള്ളും കൂടി നേരത്തെ തയ്യാറാക്കി വെച്ച് ബാറ്ററിലോട്ടിട്ട് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബാറ്റർ 2-3 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാൻ. എന്നാലേ ഉണ്ണിയപ്പം ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഇപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഉണ്ണിയപ്പക്കാര വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കുഴിയൊക്കെ മുങ്ങിക്കിടക്കത്തക്കവണ്ണം മാത്രം എണ്ണ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണ ഓവർഫ്ലോ ചെയ്യും. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇത് ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ സൈഡിലും വേകുന്നിടം വരെ ഇങ്ങനെ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കി ഇരിക്കുന്ന ബാറ്ററും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയി കഴിഞ്ഞു. ഇതേ കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. പിന്നെ താല്പര്യമുള്ളവർക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കാം. അങ്ങനെ കഴിക്കുന്നതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചൂടോടുള്ള ഉണ്ണിയപ്പത്തിൽ വേണം പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കാൻ, എന്നാലേ പഞ്ചസാര ആ ഉണ്ണിയപ്പത്തിലോട്ടൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്